കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് വിദ്യാഭ്യാസ ആണ് നമ്മൾ ജിടെക് നടത്തുന്നത്. ഇന്ന് ഏകദേശം 23 രാജ്യങ്ങളിലായിട്ട് ഏകദേശം 800ഓളം ജിടെക്കിൻ്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വർഷം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം 3 വർഷമായിട്ട് നമ്മൾ 1.5 ലക്ഷം വിദ്യാർത്ഥികൾ ഒരു വർഷം നമ്മൾ പഠിപ്പിക്കും ഒരു അക്കാഡമിക് ഇയറിൽ. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രസ് മീറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ നാട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മേജറായിട്ടുള്ള ഒരു ചേഞ്ചാണ് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത്. അതായത് നമ്മളെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഇപ്പം റീസെൻ്റ്ലി അനൗൺസ് ചെയ്തതുപോലെ തന്നെ പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്, വിച്ച് ഈസ് കോൾഡ് ആസ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുട്ടികൾ പലതരത്തിലുള്ള ഡിഗ്രിയും പഠിക്കുന്നുണ്ട്. അതായത് ഇവർ ഈ ഡിഗ്രി അക്കാഡമിക് സ്റ്റഡീസൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു അഡീഷണൽ സ്കില്ല് അവർ പഠിക്കണം എന്നുള്ളതാണ് പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ളത്. അപ്പോൾ അത് പ്രകാരം പുതിയ കുറേ കാര്യങ്ങൾ നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനൻ്റെ ഒക്കെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഈ സ്കില്ലിന് ഭയങ്കര പ്രയോറിറ്റിയാണ് അവിടെ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ ചൈന പോലുള്ള കൺട്രിയിൽ നിന്ന് വരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ സെല്ല് ചെയ്യാനോ ഒക്കെ അവർ പഠിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഇന്ത്യയിൽ ശരിക്കും ലാക്കിംഗ് ആയിട്ടുള്ളത്. ഇപ്പോൾ അക്കാഡമിക്കൽ ലെവലിൽ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നല്ല കോളേജസ് ഉണ്ട്, പക്ഷേ ഒരു സ്കില്ല് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറയണ്ടെങ്കിൽ നമ്മളെ എക്സ്പേർട്സൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുള്ളത്. അത് പ്രകാരം പുതിയ അക്കാഡമിക്സിനോടൊപ്പം തന്നെ സ്കില്ലും കൂടെ മിക്സ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പുതിയ കുറച്ച് പ്രോഗ്രാമുകൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് എല്ലാ സ്ഥലങ്ങളിലും ഇനി വരാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യയിലുള്ള എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇതേപോലുള്ള രീതിയിലേക്കുള്ള ഒരു ക്രെഡിറ്റ് അവർക്ക് ഉണ്ടാവണം, മസ്റ്റാണ്. അതായത് പഠിക്കുന്ന സ്കില്ലിനനുസരിച്ചുള്ള ക്രെഡിറ്റ്സ് അവർക്ക് കിട്ടണം. അത് നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ തരുന്ന സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ്. ബട്ട് വാട്ട് ഐ സ്പോക്ക് വാസ് അബൌട്ട് പ്രാക്ടിക്കാലിറ്റി. അതാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യം ചോദിച്ചാൽ എനിക്കൊരു ട്രിപ്പിൾ ഡിഗ്രി ഉണ്ട്, എനിക്ക് MBA ഇൻ മീഡിയ എന്റർടൈൻമെന്റ് ഉണ്ട്, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിൽ ഒരു ഡിപ്ലോമ ഡിഗ്രി ഉണ്ട്. നിങ്ങൾ അറിയാത്ത കുറേ ഡിഗ്രികൾ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ബട്ട് അതല്ല ലൈഫിൽ നമ്മളെ സഹായിക്കുക. നമ്മളുടെ ലൈഫിൽ പ്രാക്ടിക്കാലിറ്റി വരുന്ന ശരിക്കും സ്കില്ലും നോളജും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ്. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ജെനുവിനായിട്ട് ഇത് ആളുകളിലേക്ക് എത്തണം, ഇത് കുട്ടികളിലേക്ക് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ ദിസ് ഇറാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് വെറുതെ ഒന്ന് മറച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ട കോഴ്സുകളുടെ പേര് എന്ന് പറയുന്നത് AI-യും റോബോട്ടിക്സും പരിപാടികളും സംഭവങ്ങളൊക്കെയാണ്. സോ അന്ന് ന്യൂ ആൻഡ് ഇന്ററാക്റ്റീവ് മീഡിയ 2010 ഇരുന്നിരുന്ന അതേ ഒരു തോന്നലാണ് എനിക്ക് വരുന്നത്. ബിക്കോസ് AI എന്ന് പറയുന്നത് എന്തൊക്കെയോ ആണ് എന്നുള്ളത് നമുക്കറിയുള്ളൂ. മെറ്റാവേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ട് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് അറിയില്ല. ആൻഡ് ഈ ടൈം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോവുക. സോ ഐ ഫീൽ ദാറ്റ് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇതിന്റെ ഫേസ് ആയിട്ട് കുട്ടികളിലേക്ക് ഇത് എത്തിക്കാൻ എനിക്കാവുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും. ബിക്കോസ് ഐ ഹാവ് മൈസെൽഫ് റിയലൈസ്ഡ് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. അത് ജിടെക്കിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയധികം വേൾഡ് വൈഡ് ബ്രാഞ്ചസ് ഉള്ള എത്രയോ കുട്ടികൾക്ക് നല്ല ബ്രൈറ്റ് ആൻഡ് ഹാപ്പി ഫ്യൂച്ചർ എൻഷുർ ചെയ്ത് ജിടെക്കിലൂടെ സാധിക്കുന്നത് ചെറിയ കാര്യമല്ല. അതിന് അഭിനന്ദനം അർഹിക്കുന്നു.